Hi all, it's me JKK from JKK for you. So ഒരു മൂവി റിവ്യൂ ആണ്. റൈഫിൾ ക്ലബ് ക്രിസ്മസ് റിലീസ് സിനിമയാണ്. റൈഫിൾ ക്ലബ് ഡയറക്റ്റഡ് ബൈ ആഷിക് അബു, റിട്ടൺ ബൈ ശ്യാം പുഷ്കരൻ, ദിലേഷ് കരുണാകരൻ ആൻഡ് സുഹാസ്. Camera is by ആഷിക് അബു. Then editor is V Shajan. Music Rex Vijayan. Production company is OPM Cinemas and True Stories, and distribution is by Sri Gokulam Movies, Gokulam Gopalan. ഓക്കെ, കാസ്റ്റിലേക്ക് വരാം. വിജയരാഘവൻ ആസ് കുരുവേലി ലോലപ്പൻ, നല്ലൊരു റോളാണത്. പിന്നെ ദിനേശ് പോത്തൻ, കടുവാച്ചിൽ അവർറാൻ, സെക്രട്ടറി അവർറാൻ. ദിനേശ് പോത്തൻ ജീവിക്കുകയായിരുന്നു. ദെൻ വാണി വിശ്വനാഥ് ഇട്ടി, സുരഭി ലക്ഷ്മി സൂസൻ, ദർശന രാജേന്ദ്രൻ കുഞ്ഞുമോൾ ആൻഡ് ഉണ്ണിമായ പ്രസാദ് സിസിലി. ഇവരൊക്കെയാണ് ഫീമെയിൽ ക്യാരക്ടേഴ്സ്. ഇവരൊക്കെ കൊള്ളാം. ദെൻ സുരേഷ് കൃഷ്ണ, ഡോക്ടർ ലാസർ ആൻഡ് വിനീത് കുമാർ. വിനീത് കുമാർ ഷാജഹാൻ, പുള്ളി തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട്. പുള്ളിയാണ് ഇതിലെ പ്ലോട്ട് ലീഡർ. വിനീത് കുമാർ ആസ് ഷാജഹാൻ. ദെൻ നമ്മുടെ വില്ലൻ അനുരാഗ് കശ്യപ് ഉണ്ട്. പിന്നെ സെക്കൻഡറി ബേബി വില്ലൻ ഹനുമാൻ കൈൻഡ്. ഹനുമാൻ കൈൻഡ് കൊള്ളാം കേട്ടോ. ഒരു നല്ല അടിപൊളി സ്ലോ മോഷൻ നടത്തമൊക്കെ ഉണ്ട് ഈ റൈഫിൾ ക്ലബിലേക്ക്. അത് അതിഗംഭീരമാണ്. ഹനുമാൻ കൈൻഡ് അടിച്ചു പൊളിച്ചു. ദെൻ റംസാൻ മുഹമ്മദ് ആൻഡ് നവനി ദേവനാഥ്, അവരാണ് മുഖ്യ കാരണം. അപ്പോൾ റംസാൻ മുഹമ്മദും നവനി ദേവനാഥും കൊള്ളാം. പിന്നെ സിനിമയുടെ തുടക്കത്തിൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്നൊരു പാട്ടൊക്കെ ഉണ്ട്, ഗന്ധർവഗാനം. സോ അതും കൊള്ളാം. സിനിമയുടെ തുടക്കം മംഗലാപുരത്താണ്. അപ്പോൾ അവിടുത്തെ ഒരു ഇൻസിഡൻ്റ് ആണ് പിന്നീട് നമ്മുടെ കേരളത്തിലെ ബാക്കിയുള്ള റൈഫിൾ ക്ലബ്ബുമായി ചുറ്റപ്പെട്ട് സിനിമ പിന്നീട് പറയുന്നത്. പിന്നെ വെസ്റ്റേൺ ഗാഡ്സ്, ഒരു വേട്ടയാടലും അതൊക്കെയാണ് സിനിമ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഒരു നല്ലൊരു 2 മണിക്കൂർ കഷ്ടമേ ഉള്ളൂ സിനിമ. അതുകൊണ്ട് തന്നെ ഒട്ടും ലാഗില്ല. നല്ല രീതിയിൽ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ കാട്ടിൽ വെടിവെക്കാൻ പോകുമ്പം ഈ കുരങ്ങിൻ്റെ സംഭവം, കുരങ്ങ് കറിയൊക്കെ ഉണ്ട് കേട്ടോ. കുരങ്ങ് കറിയല്ല, കുരങ്ങ് ഫ്രൈ. പിന്നെ എന്തുവായിരുന്നു, വേറൊരു സംഭവം കൂടി ഉണ്ട്, കിങ്. ഞാനാണ് ഇവിടുത്തെ കിങ്. പിന്നെ എന്തോ കിങ്ങിണിയോ, നമ്മുടെ ദിനേശ് പോത്തൻ പറയുന്ന. ദിനേശ് പോത്തൻ കൊള്ളാം ഈ സിനിമ, ത്രൂ ഔട്ട് കൊള്ളാം. ദിനേശ് പോത്തൻ അവറാൻ, സെക്രട്ടറി അവറാൻ. പിന്നെ അനുരാഗ് കശ്യപൻ കൊള്ളാം, ഹനുമാൻ കൈൻഡ്, ഇവരൊക്കെയാണ്. പിന്നെ വിജയരാഘവൻ ഓക്കെ. പിന്നെ ഈ ലേഡീസൊക്കെ ഓക്കേഷാണ്. ഇപ്പോൾ വാണി വിശ്വനാഥ് ആണെങ്കിലും സുരഭി ആണെങ്കിലും ദർശനയാണെങ്കിലും ഉണ്ണിമായൊക്കെ ആണെങ്കിലും എല്ലാം ഓക്കേഷാണ്. എന്നാലും കുഴപ്പമില്ല, ആരും മടുപ്പിച്ചിട്ടൊന്നും തന്നെയില്ല. എന്താണെങ്കിലും ത്രൂ ഔട്ട് റൈഫിൾ ക്ലബ്ബ് കണ്ടിരിക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി സിനിമയാണ്. ഒട്ടും ലാഗില്ല. നല്ലൊരു എൻ്റർടൈനിങ്, നല്ലൊരു വെടിച്ചില് പടം. മൊത്തം വെടിവെപ്പാണ്. നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ജഗ നിൽക്കുന്നൊരു പടം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും റൈഫിൾ ക്ലബ്ബ് കണ്ടു. ഇനിയിപ്പോൾ ബെറോസ് ഉണ്ട്, മാർക്കോ ഉണ്ട്. അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ കാണുന്നതായിരിക്കും. ബെറോസ് ഇറങ്ങിയില്ല, ബെറോസ് വരാൻ പോകുന്നതേ ഉള്ളൂ. ഡിസംബർ 25-നാണ് വരുന്നത് ബെറോസ്. സോ അന്ന് തന്നെ കാണും. പിന്നെ മാർക്കോ. എന്താണെങ്കിലും റൈഫിൾ ക്ലബ്ബ് ഇത്രയേ ഉള്ളൂ. വെടിച്ചില് പടം. കാണാത്തവർ വേഗം വിട്ടോ തിയേറ്ററിലേക്ക്. സൂപ്പറാണ്. ബൈ. വെസ്റ്റേൺ കാറ്റ്സ് പോട്ടെ. ബൈ.